നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ഈ വർഷത്തിൽ ആദ്യം ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ. എന്നാൽ പലർക്കും ആ ചിത്രം അങ്ങോട്ട് ബോധിച്ചില്ല. നിരവധി നിരൂപക പ്രശംസകൾ നേടിയെങ്കിലും ഒരു വിഭാഗം ശരിക്കും ഈ ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്യുകയായിരുന്നു. അത് വലിയ രീതിയിൽ സംവിധായകനെയും അണിയർ പ്രവർത്തകരെയും ഒക്കെ ബാധിച്ചു. ഈ വർഷം മറ്റൊരു മോഹൻലാൽ സിനിമ ഇറങ്ങിയില്ല എന്നതുകൂടി ഓർക്കണം. വാലിബന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മിക്ക പ്രേക്ഷകരും ഈ ചിത്രം മികച്ചതായിരുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നു. കാലം തെറ്റി സഞ്ചരിച്ച സിനിമ എന്നതൊക്കെ പറയാമെങ്കിലും പിൽക്കാലത്ത് ഈ ചിത്രം വലിയ രീതിയിൽ പ്രശംസകൾ നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനുശേഷം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഒരു ചിത്രം നമുക്ക് മുന്നിൽ എത്തിയില്ല എന്നതും കൗതുകരമാണ്. അടുത്തിടെ ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് എത്തുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലം മുതൽ സിനിമകളിൽ കണ്ടിട്ടുള്ള ഗംഭീരമായ നിമിഷങ്ങളെ തിരികെ കൊണ്ടുവരാനാണ് മലൈക്കോട്ടെ വാലിബനിലൂടെ ഞാൻ ശ്രമിച്ചത്. ബോളിവുഡ് പടങ്ങളിൽ ബച്ചൻ സാറും തമിഴ് സിനിമയിൽ രജനി സാറും ഒക്കെ സ്ക്രീനിലേക്ക് വരുന്നത് പോലൊരു നിമിഷം. വാലിബന്റെ പരാജയം എന്നെ നിരാശയിലേക്ക് കൊണ്ടെത്തിച്ചു. ആ നിരാശ 3 ആഴ്ചയോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നും ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നുണ്ട്. പ്രേക്ഷകർ എന്താണോ അവർ കാണണമെന്ന് വിചാരിക്കുന്നത് അതിനെ മാറ്റിമറിക്കുകയാണ് സംവിധായകൻ ചെയ്യേണ്ടത്. അല്ലാതെ പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് അവരുടെ ആവശ്യം നിറവേറ്റുകയല്ല വേണ്ടത്. എന്റെ ശൈലി ഇതാണ്. സിനിമ നിർമ്മിക്കുന്നത് മാത്രമല്ല സംവിധാനം, എന്ത് കാണാമെന്ന പ്രേക്ഷകരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി തന്റെ അടുത്ത സിനിമകളെ കുറിച്ചുള്ള വാർത്തകളോ റിപ്പോർട്ടുകളോ ഒന്നും നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നില്ല. ലിജോ ജോസ് പല്ലിശ്ശേരി ഇനി എന്തായിരിക്കും അടുത്തതായി ചെയ്യാൻ പോകുക എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു മോഹൻലാൽ സിനിമ തന്നെ ആയിരിക്കും എന്നതാണ് ചില സൂചനകൾ നൽകുന്നത്. വാലിബന് ശേഷം ഇനിയും ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിനെ വെച്ചായിരിക്കും എന്ന വാശി ലിജോയ്ക്കുണ്ടെന്നാണ് തോന്നുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. മോഹൻലാലിനെ വെച്ച് തന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി അടുത്തതായി ഒരു സിനിമ ഒരുക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. മലൈക്കോട്ടെ വാലിബൻ വിജയമായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടുമായി ലിജോ ജോസ് പല്ലിശ്ശേരി എന്തായാലും എത്തിയേനെ. സെക്കൻഡ് പാർട്ടിന്റെ ചില സൂചനകളൊക്കെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായി തന്നെ അറിയിക്കുകയും ചെയ്തത് കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ പിന്നീട് രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും വന്നില്ല. എന്തായാലും ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു വാശിയിൽ തന്നെയാണ്. മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഉടനെ ഈ ചിത്രം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുമുണ്ട്. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. പക്ഷേ ഇത് ആശീർവാദ് സിനിമാസ് ആയിരിക്കും കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു കൗതുകം. സംഭവമൊക്കെ സത്യമാണെങ്കിൽ LJP ക്ഷീണം മാറ്റാൻ മോഹൻലാലിനെ കൊണ്ട് മറ്റൊരു ഗംഭീര സംഭവം പടയ്ക്കും എന്നതിൽ സംശയമൊന്നുമില്ല. മലൈക്കോട്ടെ വാലിബനല്ല, ഇത്തവണ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരാൻ ലിജോ ജോസ് പല്ലിശ്ശേരി ശ്രമിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെയും ഒരു സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ മലയാളം ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഓരോ പ്രേക്ഷകരും. LJPയുടെ അടുത്തൊരു മോഹൻലാൽ ചിത്രം കൂടെ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അത് ഇപ്പോഴത്തെ ക്ഷീണം മാറ്റാൻ ആയിരിക്കും എന്ന് തന്നെ പറയാം. എന്തായാലും കണ്ടറിയാം ബോളിവുഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നത്.